ഞങ്ങളെ ചലനവലന ഞങ്ങളെ ಜೀವನ ಶೈಲಿ ഇസ്ലാം എന്ത് ചന്തത്തിൽ പഠിപ്പാട്ടില്ല. ഇസ്ലാം ചെന്നെങ്കിൽ എന്തേ 5 വക്ത് നിസ്കരിക്കുന്നത് മാത്രമല്ല ഇസ്ലാം അവിടേക്ക് സീമിതല്ല, അത് കഡ്ഡായായിട്ട് ആക്കണായത്. ഇസ്ലാമിന്റെ സംസ്കൃതി വേറമേ ഉണ്ട്. ഇന്നും എങ്ങനെ തിന്നണോ, എങ്ങനെ കുടിക്കണോ, എങ്ങനെ ഉറങ്ങണോ, എങ്ങനെ ഡ്രസ് ഇടണോ, എങ്ങനെ ഡ്രസ് എടുക്കണോ, എങ്ങനെ ചെറുപ്പിടണോ, എങ്ങനെ ചെറുപ്പ് മാറ്റണോ, എങ്ങനെ ടോയ്ലറ്റ് പോണോ, എങ്ങനെ ടോയ്ലറ്റ് പറഞ്ഞോ, എങ്ങനെ ഉറങ്ങണായത്, ഉറങ്ങുമ്പോഴത്തേക്ക് എന്ത്ര ചെല്ലണായത്, എന്ത്ര തിന്നണോ, എങ്ങനെ തിന്നണോ, ഏത് നോക്കണോ, ഏത് കേൾക്കണോ, എന്ത്ര പളക്ക പറയണോ, എന്ത് കൊടുക്കണോ, എന്ത് എടുക്കണോ, എങ്ങനെ പാണിയാക്കണോ, എങ്ങനെ യാത്ര പോണോ, എങ്ങനെ രാജകീയ, എങ്ങനെ കൗട്ടുംബിക, എങ്ങനെ ദാമ്പത്യം, എങ്ങനെ മനുഷ്യരുടെ വ്യവഹാരം, എങ്ങനെ മനുഷ്യരുടെ സകലമാന ചലനവും വലനവും ഒരു കിടാവും ഉമ്മടെ ഗർഭകോശത്തിൽ ഇക്കട സന്ദർഭത്തിൽ പെണ്ണ് കറുപ്പും ചായങ്ക ആ പെണ്ണ് കിടാവിടെ എങ്ങനെ ആരേക്കയാക്കണോ, പെത്തപ്പുറത്തേക്ക് യന്ത്രാക്കണായത്, പിന്നെങ്ങനെ ബൽത്തൊണായത്, മരണ എങ്ങനെ മരിച്ചൽ പിന്നെ എങ്ങനെ എല്ലാം എണ്ണി എണ്ണി പഠിപ്പാട്ടിട്ട് പരിശുദ്ധ ഇസ്ലാം. ആ ഇസ്ലാമുക്കും നമുക്കും ബന്ധമുണ്ടാ. എന്തൊക്കെയാറെ ചൊല്ലണം. എല്ലാവരും വെള്ളിയാസന്റെ പള്ളിക്ക് പോയങ്ങ ഇണ്ട്, നിങ്ങളും പള്ളിക്ക് പോയിട്ട് വന്നെങ്ങ. പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഒരു മുസൽമാന് പള്ളിയിൽ എങ്ങനെ ഇക്കൊനോട് പഠിപ്പാട്ടി തന്നറ. ഇമാമുടെ ഫസ്റ്റ് പള്ളിയുടെ ഉൾഗത്തേക്ക് ഫസ്റ്റ് പോയ 1ാമത്തെ മെമ്പർ ആ മനുഷ്യ പള്ളിക്ക് ഉൾഗത്തേക്ക് നോണ്ടപ്പുറത്തേക്ക് ഇമാമുടെ നേരെ പിറകെളുത്തിൽ വളത്തുകായിട്ട് ദയിക്കണോ. സെക്കൻഡ് ബന്ധവണ് ഇടത്ത ഭാഗത്ത് ദയിക്കണോ. 3ാമത്തെ ബന്ധവണ് വളത്ത ഭാഗത്ത്, 4ാമത്തെ ബന്ധവണ് വളത്തിടത്ത ഭാഗത്തില്. അങ്ങനെ ഇടവും വളവും പള്ളിയുടെ ലൈനൊന്ന് പൂർത്തിയായാൽ പിന്നെ ഇമാമുടെ നേരെ പിറകള് 2ാമത്തെ സഫില് നടുവില് നിൽക്കണോ. പിന്നെ ഇടവും വളവും മാതിരി പള്ളി ലൈനിങ്ങനെ സഫ് അങ്ങനെ ഭർത്തിയാക്കിക്കൊണ്ട് പോണോ. എന്ത് ചന്തത്തെ ഇസ്ലാമുടെ സംസ്കൃതിയിൽ ആ പള്ളിയിൽ നിങ്ങൾ ദയിക്കണായത്. ഇണ്ട് നിങ്ങളെ റായത്തെ പള്ളിയില് ജുമുഅത്തേക്ക് പോയപ്പോ 1ാമത്തെ സഫില് കഡ്ല പിരിക്കത് പോലെ അവിടെ ഒരു ജണ്ടാള്, ഇപ്പുറത്തൊരു ജണ്ടാള്, ലാഷ്ട്ര മതിലുടെ സൈഡിൽ ഇങ്ങനെ മൂലാഞ്ച് വീച്ചതുപോലെ 4 പാലക്കാറ് കാളും കുത്ത വീച്ചിട്ട് മുട്ടങ്ങനെ മടക്കി വീച്ചിട്ട് പള്ളിയുടെ ഒഴുക്കത്തിൽ പില്ലറിന്ന് പിള്ളേരുടെ റൗഡിലൊരു 4 ആളുമാർ ധ്വജസ്തംഭത്തിൽ ഇന്നതുപോലെ അങ്ങനെ ചുറ്റുഭാഗത്തിൽ അതങ്ങനെ നിറഞ്ഞിട്ട് അവിടെ അതേപോലെ മതിലും പില്ലറും പരുത്തിയായാൽ പിന്നെ അവിടെയും ഇവിടെയും ബിരുക്കിയത് പോലെ 4-5 ആളുമാർ ഇങ്ങനെ പള്ളിയിൽ എന്തോ വലിച്ചെറിഞ്ഞതുപോലെ കുറെ ആളുമാർ അർസത്തിൽ തെച്ചതുപോലെ അവിടെ കാണുക ആവാത്തത് പോലെ ഉണ്ട മുട്ട തെച്ചങ്ങ ആവാത്തത് പോലെ ഈ രൂപത്തിൽ പരസ്പര ശത്രുടങ്ങളെ പോലെ അല്ലേ ഇണ്ട് പള്ളിയിൽ നിങ്ങൾ തെച്ചോണ്ടുള്ളത്. പടച്ചവന് എത്ര അർസത്തവണും പള്ളിക വന്നാൽ പിന്നെ അത് ആ വർഷത്തെ വിജയിക്കില്ലവണുകോ. അർസത്തവണു ശത്രുവായിട്ട് കണ്ടവണു ഞങ്ങളെ ഒട്ടിക ഇന്നെങ്കും വിസയല്ല. ഇളവണു മൂത്തോണുകു പൾറായത്തിലെ സമസ്യമുണ്ടോ, കുടുംബത്തെങ്ക് റായത്തിലെ സമസ്യമുണ്ടോ, നിരക്കരുടെ വിഷയത്തിലെ ഗലാട്ടയും കേസും ആയോണ്ടുണ്ടോ. റായത്തിൽ അവൻ ഇന്നവണുക്ക് ഓണു പോണ്ടില്ല, അവന്റെ മംഗലത്തേക്ക് ഓണു പോണ്ടില്ല, ഓണു മരിച്ച പോണു ബണ്ടില്ല, പരസ്പര സംബന്ധമെല്ലാം മുറിച്ചു വിട്ടവണോ. പടച്ച തമ്പുരാന്റെ പള്ളിയിൽ ബാങ്കയുടെ ശബ്ദം കേട്ടപ്പോ അവൻ ഇന്ന പള്ളിക്ക് നാണ് പോണ്ടില്ലാണ്ട് ആരും ചൊല്ലില്ലല്ലേ. മരിച്ചപ്പോ നിന്റെ ശത്രുടെ ദഫനാക്കിയ കബറസ്ഥാനത്ത് നിന്റെ ദഫനാക്കണ്ടാണ്ടും ചൊല്ലില്ലല്ലേ മനുഷ്യരെ. പള്ളിയിൽ എല്ലാവരും ഒരുപോലെ, ശത്രും മിത്രും ഒരുപോലെ, ചെറിയവണും വലിയവണും ഒരുപോലെ, ധനിക്കവും പാവത്തവണും ഒരുപോലെ, ഇന്നവണും ഇല്ലാത്തവണും ഒരുപോലെ, ശ്രീമന്തവർഗവും അതേപോലെ ബെങ്ങടവണും മുസാഫിറും പള്ളിക്കെത്തിൽ പിന്നെ ഒരുപോലെ. ആർക്ക് ഫസ്റ്റ് വന്നണ അവന് ഫസ്റ്റിൽ എഴുതിക്കണോ, വലിയവണ് പിന്നെ വന്നണ അവന് പിറകിൽ എഴുതിക്കണോ. എന്ത് ചന്തത്തെ പരിശുദ്ധ ഇസ്ലാമിന്റെ സംസ്കൃതി. ഞങ്ങളെ വగ్గട്ടും ഞങ്ങളെ പിരിസപ്പാടും ഞങ്ങളെ സ്നേഹവും പരസ്പര കാട്ടുകിന്ന പ്രദർശനാക്കിട പവിത്രമായ പള്ളിയില് പടച്ചവനെ ശത്രുടങ്ങളെ പോലെയല്ല ഞങ്ങ. അവിടെ സമയത്ത് നിസ്കാരത്തെ ചെന്നൽ പിന്നമേ ഒട്ടാവിടത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ ചെന്നവർത്തക്ക് ഓട്ടങ്ങത്തത് ഞങ്ങളെ ബാലക്കാരത്. അല്ലാഹുവേ പണ്ടുള്ള ഞങ്ങളെ റായത്തുള്ളൊരു കാല എന്ത്, ഞങ്ങളെ അജ്ജയുടെ കാല, ഞങ്ങളെ ബാപ്പടങ്ങളെ കാല, ഞങ്ങളെ ഹിരിയാളുമാറൊരു കാല എന്തല. ആ കാലത്തില് പള്ളിക്ക് വെള്ളിയാസ 2 പണ്ടേണ്ട് ചെന്നെങ്കി ഒരു സത്തുക്ക് 2 പട്ട നടക്കട പെരുന്നാളുകൾ റെഡിയായത് പോലെ. പണ്ട് പെരുന്നാളുകൾ ഞങ്ങളെ ഹിരിയാളുമാർ
ഇണ്ടും ഞങ്ങളെ റായത്തിൽ ഞങ്ങൾ പെരുന്നാളുക എങ്ങനെ റെഡിയാവിടമാ സുബികളിൽ ಬೇಗ എണിച്ചിട്ട് താടി മീസെല്ലാം ഒപ്പാട്ടിട്ട് ഉഗുറെല്ലാം കട്ടാക്കിയിട്ട് ആണിങ്ങും പെണ്ണിങ്ങും അതുപോലെ ഒരേപോലെ കുളിച്ചിട്ട് നല്ല നല്ല ഡ്രസ്സെല്ലാം ഇട്ടിട്ട് പടച്ചവനെ ഇബാദത്തിൽ ഒരു അന്തരീക്ഷ ഒരു റാഹത്ത് പള്ളി പെരുന്നാൾ ചെന്നെങ്കിൽ ആ പെരുന്നാൾക്ക് റെഡിയാവിടത് പോലെ ഞങ്ങളെ റായത്ത് പണ്ടത്തെ ഹിരിയാളുമാർ അണ്ട് പണിക്ക് പോണ്ടില്ല ജോബുക്ക് പോണ്ടില്ല പോയെങ്കും ಬೇಗ ಬರುವರು ಹೆಚ್ಚಿನ ಸಾಳುಮಾರ್ಗ ನೇರಾಸರಂಡೆಲ್ಲ ರಜೆ ಇನ್ನರೆ എൻ്റെ വെള്ളിയാഴ്ച ರಜೆಯಾಕಿಕೊಂಡಿನ್ನರೆ സുബൈക്ക് ಬೇಗ ಎಣಿക്കുವರು ಡ್ರೆಸ್ ಎಲ್ಲ ಕಲ್ಗುವರು ಎಡಕಳೆಲ್ಲ ಪಾತ್ರ ಎಲ್ಲ ನೆರ അതേപോലെ ചുറ്റുഭാഗ പരിസരമെല്ലാം ക്ലീൻ ആക്കുവറ് അങ്ങനെ ക്ലീനിങ്ങിടെ സൊറായിട്ട് വെള്ളിയാസണ്ട് സുബൈക്ക് നടക്കണത് താടിയും മീശയും എല്ലാം കട്ടാക്കിയത് സെറ്റാക്കിയറ് ಬೇಗ കുളിച്ചറ് പുതിയ ഡ്രസ് ഇട്ടറ് പെരുന്നാളുക പള്ളിക്ക് പോണ്ടത് പോലെ എല്ലാ വെള്ളിയാസരണ്ടും തയ്യാറായോണ്ടിന്നറ് വഈദുൽ മുഅ്മിനീൻ അൽ ജുമുഅതു ഹജ്ജുൽ ലിൽ ഫുഖറാഇ വൽ മസാകീൻ വഈദുൽ മുഅ്മിനീൻ പാവത്തെ സാധുങ്ങളായ ആളുമാർക്ക് വെള്ളിയാഴ്ച ജുമുഅ നാള് ചെന്ന് ഹജ്ജ് ഇന്നത് പോലെ അതേപോലെ സാധാരണക്കാരായ മുഅ്മിനായ ആളുമാർക്ക് പെരുന്നാളുടെ പോലെ അങ്ങനെ പെരുന്നാളുക പള്ളിക്ക് പോയത് പോലെ ആയിട്ടുണ്ട് എല്ലാ വെള്ളിയാഴ്ചണ്ടും പണ്ട് ഹിരിയ ആളുമാർ പള്ളിക്ക് പോയോണ്ടിന്നര് അല്ലാഹുവേ പള്ളിക്ക് പോയിട്ട് നിസ്കരിക്കുവറ് ഖുർആൻ ഓതുവറ് യാസീൻ ഓതുവറ് ചൊമ്മ സ്വലാത്ത് ചൊല്ലുവറ് അങ്ങനെ ദുആരക്കൊക്കെ തുടങ്ങുവറ് ഈ പള്ളിയുടെ ഉൾഗത്തിൽ നിങ്ങൾ ഹിരിയ ആളുമാർ നിങ്ങളെ ബാപ്പടങ്ങ നിങ്ങളെ ബാപ്പടങ്ങ നിങ്ങളെ കൂട്ടുകുടുംബത്തങ്ങ നിങ്ങളെ രക്തസംബന്ധിമാർ എത്രമോ ആളുമാർ ഈ പള്ളിയിൽ വെച്ചിട്ട് ഖുർആൻ ഓതിയങ്ങ എന്റെ ആറടി മണ്ണിലുള്ളൊരു തമ്പുരാനെ അല്ലാഹുവേ ഞാൻ ഓതിയ ദിക്റും സ്വലാത്തും തസ്ബീഹും സൂറത്തുൽ കഹ്ഫും യാസീനും ഇതിന്റെ പ്രതിഫലത്താ ഞങ്ങളെ മരിച്ചുപോയി ഞങ്ങളെ കുടുംബത്തങ്ങളെ ഖബറുകത്ത് പാട തമ്പുരാനെ ചെന്നിട്ട് ദുആറന്നോട്ടിന്നറ് ഇന്നും ദുആ അതേപോലെ മുഅദ്ദിൻ ബദർ ബാളെടുക്കടോളത്തോളം ദുആ മനുഷ്യ നീ പള്ളിക്ക് പോണ്ടത് കേവലം ജുമാ നിസ്കരിച്ച് പുറകല്ല വേറെ കൊറിയ ബിസെല്ലാം ഇവിടെ നടക്കട് എന്തേണ്ട് തെരിയോണ നിന്റെ പള്ളിയുടെ പരിസരത്ത് നിന്റെ ആള് മാറി കിടന്നോണ്ടുള്ളറ് നിക്ക് ജന്മ തന്ന ഉമ്മ ഉണ്ടുള്ള പള്ളിയുടെ പരിസരത്തുള്ള ഖബർസ്ഥാനത്തില് ജന്മ തന്ന പാപ്പ ഉണ്ടുള്ള നിന്റെ കൂട്ടുകുടുംബത്തെങ്ങ നിന്റെ കാണ മുന്നിൽ പോയങ്ങ അല്ലാഹുവേ ആയിരക്കണക്കിന് ആളുമാർ അകസ്മാത്ത് പള്ളിയുടെ പരിസരത്തിൽ നിന്ന് ഖബർസ്ഥാനത്തിൽ അങ്ക് ഒരു നിമിഷം എണിച്ച് നിൽക്കുക തീരുണ്ട് കണ്ടെങ്കിൽ അല്ലാഹുമോ തങ്ക് ഒരു ഗണ്ടയുടെ ആയുസ് അല്ലാഹു റിട്ടേൺ കൊടുത്താണ്ട് കണ്ടെങ്കിൽ ആത്രാടി പള്ളിയിലും പള്ളിയുടെ പ്രദേശത്തിലും റായത്തിലും നിക്കൊകു ജാഗമയ്യാവലാന്തല ഉണ്ട് നിങ്ങളെ റായത്തിൽ എത്ര ആളുള്ളറ് ആണും പെണ്ണും മക്കളും വയസ്സരങ്ങുമായിട്ട് നിന്റെ റായത്തിൽ എത്ര ആളുള്ളറ് ഇതിരെ കാണ യാരാളും മാറ് ഉണ്ട് നിന്റെ റായത്തെ പള്ളിയുടെ പരിസരത്ത് കിടന്നിട്ടുള്ളറളാ മോണേ ഇതിരെ കാണ ആളും മാറ് പള്ളിയുടെ പരിസരത്ത് കിടന്നിട്ടുള്ളറള മനുഷ്യ അതാറോ യോട്രങ്ങല്ല നിന്റെ കാണമുന്നൊളുത്തെങ്ങ നിക്കാക ബുട്ടു തന്നെങ്ങ ജാഗ ബുട്ടു തന്നെങ്ങ പള്ളിയിലെ സഫ് ബുട്ടു തന്നെങ്ങ പള്ളിന്ന് ഖുർആൻ ബുട്ടു തന്നെങ്ങ നടക്കട തെറുബുട്ടു തന്നെങ്ങ നിന്റെ ആക്കി പരിവർത്തനാക്കി ആളുമാർ അവിടെ കാത്തോണ്ടുള്ളൊരു വെള്ളിയാസ അവിടെ സന്ദർഭത്തിൽ അല്ലാഹുവേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെലട് ഖബറിൽ കിടക്കട മനുഷ്യയുടെ അവസ്ഥ എങ്ങനെ ഉണ്ട് തെരിയോണ ആളുമാർ കപ്പലിൽ സഞ്ചരിക്കടറ് നടുക്കടലിൽ എത്തിയപ്പോ മേൽഭാഗത്തിൽ ആകാശം കീഴ്ഭാഗത്തില് ചുറ്റുഭാഗത്തില് തണ്ണിയും മാത്രമുള്ള നടുക്കടലിൽ എത്തിയപ്പോ പെരുകാളി വന്നിട്ട് കടൽ അങ്ങനെ കപ്പളതാ ശിപ്പതാ പൊടിയായിട്ട് ധരിച്ചു പോയത് കണ്ണട എതിരിലെല്ലാരും മുങ്ങിയോണ്ടുള്ളറ് നാശായോണ്ടുള്ളറ് മരിച്ചോണ്ടുള്ളറ് ജീവ പോയോണ്ടുണ്ട് നീനതാ കിട്ടിയ പളക കിട്ടിയെങ്ക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ട മറത്തെ പീസ് കിട്ടിയെങ്ക ഒന്നും നിണ്ടിട്ട് ഒന്നും നേണ്ടിട്ട് രക്ഷപ്പെടുക വേണമായിട്ട് നീ നോക്കുന്നത് പോലെ എത്രത്തോളം നിന്റെ മരിക്കട ലാസ്റ്റ് നിമിഷത്തിൽ കടലിൽ ഏതോ കപ്പലുടെ ഒരു കണ്ട തിരിച്ചു പോയി തീപ്പെട്ടിയുടെ ഒരു കടിയുണ്ടല്ലേ അത്രക്കുള്ള ഒരു മരത്തെ കണ്ട കിട്ടിയെങ്കും സമയത്ത് ഒന്ന് പിടിച്ചിട്ട് ഒരു ശ്വാസം ഇറക്കിട്ടു റബ്ബേ ചെന്നിട്ട് അസബിക്കണത് പോലെ കപ്പലിൽ മരിക്കുക കിടക്കട പോലെ അതേപോലെ മുങ്ങിട്ട് മരിക്കട പരിസ്ഥിതിക്ക് എത്തിയതുപോലെ ഖബറിൽ ഇന്ന മനുഷ്യരുടെ അവസ്ഥ അങ്ങനെയുള്ള
നിന്റെ സർവ്വ സത്കർമ്മന്തും കബറിൽ കിടന്നപ്പം അയ്യാവുല്ലടാ, നീനാകിയ സത്കർമ്മന്തും കോടിയത്തില്ലടാ. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പടിപ്പാട്ടിയത് മരിച്ചെങ്ക് ദ്വാരക്ക് മോണേ, മരിച്ചെങ്ക് സ്വതക കൊടുക്കും മനുഷ്യ, മരിച്ചങ്ങളെ നല്ലത് എടുത്ത് ചെല്ലുമോണേ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെല്ലട് നീന ഖബറിൽ രക്ഷപ്പെടണ, നീ ഖബറിൽ രക്ഷപ്പെടണ, നിക്ക് ദ്വാരക്കട മക്ക ഉണ്ടാവണോളാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെല്ലട് ഏതൊരു മനുഷ്യൻ മരിച്ചാൽ പിന്നെ ലാസ്റ്റ് ഖബറിൽ യാത്രയാവുടെ സന്ദർഭത്തില് നിങ്ങെപ്പോഴും കേട്ട ഹദീസല്ലേ, അവനാക്കിയ സത്കർമ്മ അവന്റെ വീട്ടിലേക്ക് ഇക്കട, അവന് കൊടുത്ത സ്വതക്ക അവന്റെ വീട്ടിലേക്ക് ഇക്കട. പിന്നൊന്ന് ഏതേണ്ട് തരിയോണ വലതും സാലിഹുൻ യദ്ഉ ലഹു, ബാപ്പക്ക് മരിച്ച് ബാപ്പക്ക് പേനടുത്ത് വാരക്കട മക്ക. ബാപ്പ മരിച്ചാൽ പിന്നെ ഖബർസ്ഥാനത്തിൽ കിടന്നിട്ടുള്ള മക്ക വാപ്പക്ക് ദ്വാരക്കട മക്ക. ഇന്നെങ്കിൽ നീ രക്ഷപ്പെട്ടേണ്ട ചെന്നിട്ടിന്നെങ്കിൽ മനുഷ്യ നിന്റെ ഈ 60 വർഷമായി 70 വർഷമായി 80 വർഷമായി 100 വർഷത്തെ ജീവനത്തിലെന്തും ഖബറിൽ ആയിരക്കണക്കിൽ വർഷം കിടക്കുകൊണ്ടുള്ള നിന്റെ ഇതെന്തും മയ്യാവലളാ മോണേ. നീന ഒരു യാത്ര പോണ്ടേ രണ്ട് പേരിച്ചോ, 1000 വർഷത്തേക്ക് യാത്ര പോണ്ടേ നീണ്, അല്ലെങ്കിൽ 500 വർഷത്തേക്ക് നീ യാത്ര പോണ്ടേ നീണ്, 100 വർഷത്തിൽ ആക്കി ബീച്ചത് നീണ് എടുത്തും പോയേണ്ട കണ്ടെങ്കിൽ 1000 വർഷം അവിടെ കാണാം മുന്നുള്ളത് തീർന്നു പോവലെ മനുഷ്യ. ഖബറിൽ നീണ് കിടക്കിട നാളല്ല, നീ ഭൂമിയിൽ ഹയാത്തിന്ന കാലം മാത്രം 60-70 വർഷമല്ല ഖബറിൽ കിടക്കണത്. എത്രമോ വർഷം ആറടി മണ്ണിൽ കിടക്കട സന്ദർഭത്തില് നിന്റെ നിസ്കാരവും നിന്റെ ഹജ്ജും നിന്റെ നോമ്പും നിന്റെ സകാത്തും നിന്റെ സകലമാന സത്കർമ്മവും കുമ്പോയെങ്കും അത് സമയത്ത് മയ്യാവുല്ലളാ. അതുകൊണ്ട് ഹയ്യാത്തിന്നങ്ങ നിൽക്കുവാരക്കണോ, ഹയ്യാത്തിന്നങ്ങ നിൽക്കുവാരക്കണോ. നീ മരിച്ചാൽ പിന്നെയും കിട്ട പോലത്തെ പ്രതിഫല കിട്ട പോലത്തെ സ്വറാക്കി പോണെന്നാണ്. പടച്ച തമ്പുരാന്റെ പള്ളിക്ക് സഹായാക്കിയെങ്ക, അതിന്റെ ഡൂറുക്ക് സഹായാക്കിയെങ്ക, ഒലുകൊടുക്കട ഹൗലുക്ക് സഹായാക്കിയെങ്ക, മദ്രസത്തുക്ക് സഹായാക്കിയെങ്ക, അങ്ങനെ മക്കളെ പഠിപ്പടെ വിദ്യാഭ്യാസத்துக்கு അവരുടെ സഹകാരാക്കിയെങ്ക, പാപത്തങ്ങളെ സഹായാക്കിയെങ്ക, പാപത്തങ്ക അതേപോലെ അക കെട്ടി കൊടുത്തിട്ടിന്നെങ്ക, യതീമുക്കും വിധവകും നീ സഹായാക്കിട്ടിന്നെങ്ക, നീ മരിച്ചാൽ പിന്നെ ഖബറിൽ കിടന്നപ്പോ നീ മുസല്ല കൊടുത്തിട്ടിന്നെ മുസല്ലൽ നിസ്കരിക്കടങ്ങ ഉള്ളറ് നിക്ക് പരിചയമില്ലാത്തങ്ങ, നിന്റെ പരിചയമില്ലാത്തങ്ങ പടച്ചവനെ നീ ഖബറിൽ കിടക്കുമ്പോ നിന്റെ മുസല്ലള്